ഹായ്, വെൽക്കം ടു പത്മിനീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ മീൻ കറിയാണ്. കുടംപുളി ഇട്ട് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഈ മീൻ കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തേങ്ങ അരയ്ക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതുപോലെ കുടംപുളി നല്ലതായിരിക്കണം. നല്ലതെന്ന് പറയുമ്പോൾ നല്ല പഴുത്ത് ഉണങ്ങിയിട്ടുള്ള കുടംപുളി. ഞങ്ങളൊക്കെ നാട്ടിൽ അതുണ്ടാവുന്ന വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കൊല്ലത്തേക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അതിപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക. ചിലപ്പോൾ പച്ച കുടപ്പുളിയൊക്കെ ആയിരിക്കും ഉണങ്ങി വരുന്നത്, ഈ കുരു പോലും കളയാത്തതായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് മീൻകറിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കമർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ല കുടംപുളി നോക്കി വാങ്ങിക്കണം. കുടംപുളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും നമ്മുടെ തടി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. എൻ്റെ അച്ഛൻ പറയാനായിട്ടുണ്ട്, കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള കറികൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്തുള്ള കൃമികീടങ്ങളും അണുക്കളൊക്കെ നശിച്ചു പോകുന്നു. എൻ്റെ അച്ഛൻ വൈദ്യരായിരുന്നു, അതുകൊണ്ട് കുറച്ച് അറിവുകളൊക്കെ അങ്ങനെ അറിയാം. എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മീൻകറി ഉണ്ടാക്കി കാണിക്കണമെന്ന്. പക്ഷെ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നല്ല മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇന്ന് നല്ല മീനാണ് കിട്ടിയത്, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പലതരത്തിലുള്ള മീൻകറി ഉണ്ടാക്കാറുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളകൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ എന്നും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള മീഡിയം സ്പൈസി ആയിട്ടുള്ള മീൻകറിയാണ്. ഇതുവരെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിനെല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പേരൊക്കെ അതുപോലെ തന്നെ ഉണ്ടാക്കി അയച്ചു തരും നമുക്ക്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയ കറി മറ്റുള്ളവർ ഉണ്ടാക്കി കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. എല്ലാവർക്കും നന്ദി. ഇന്ന് നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1/2 കിലോ ക്ലീൻ ചെയ്തെടുത്ത മീനാണ്. ഇത് ഏരിയാണ്, എംബറർ ഫിഷ് എന്നും പറയും. അത് പീസാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഞാനിവിടെ 4 കഷ്ണം പുളി നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ചേർക്കേണ്ട സമയമാകുമ്പോഴേക്കും ഇതിൽ നിന്ന് പുളി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. വേപ്പില 4-5 തണ്ട്, ഇഞ്ചി 2 ഇഞ്ച് നീളത്തിലെടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം നെടുകെ പൊളിച്ചത്, നല്ല എരിവുള്ളതാണ്. ചെറിയ ഉള്ളി 12 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം എടുക്കാം, കനം കുറച്ച് അരിഞ്ഞത്. പകുതി തേങ്ങ കൊത്തി അരിഞ്ഞത്. മുളക് പൊടി 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങക്കൊത്ത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുക്കാം. അത് തേങ്ങ വേഗം അരഞ്ഞ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് കറിയിൽ ഇനി ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാവൂ. ഇത് തേങ്ങക്കൊത്തായതുകൊണ്ട് നമുക്ക് ഇതിൽ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരയാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാറ്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്, മൺചട്ടിയിൽ തന്നെയാണ് പണ്ടേ തുടങ്ങി ഉണ്ടാക്കാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്ത് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് വഴണ്ട് വന്നോട്ടെ.
ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റണം, വല്ലാതെ മൂക്കണ്ട. ഇപ്പം ഏകദേശം മൂപ്പ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടി പിടിക്കാതെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ബാക്കി ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വെള്ളമൊക്കെ വറ്റി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരപ്പ് നന്നായിട്ട് ഈ വെള്ളത്തോടുകൂടി യോജിപ്പിച്ച് നന്നായി കലക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് തുറന്ന് തന്നെ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ അരപ്പിട്ട് കൊടുത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് പൊന്തിപ്പോവും. തിളച്ച് പൊന്തിപ്പോയാൽ പിന്നെ മൺകലം ആയതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്താലും നിൽക്കില്ല. പിന്നെ പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും പുളിയും കറിക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് പൊന്തി പോകില്ല എന്ന്. അപ്പം ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് കുടംപുളിയുടെ പുളിയൊക്കെ നന്നായി ചാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഇനി ഇതിന് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരു ഇത്തിരി കൂടി നിന്നാൽ നല്ലതാണ്, കഷ്ണം ഇട്ട് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി നിന്നാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി കട്ട പിടിച്ചെടുക്കും ചിലപ്പോൾ ചൂട് കറിയിലേക്ക് വീഴുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇടാവൂ പീസുകൾ. ഇപ്പോൾ ഇതുപോലെ കരിമീനാണെങ്കിൽ ഇതുപോലെ ഇത്ര നേരത്തെ ഇടരുത്. കരിമീൻ അരപ്പൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം ഇടാവൂ, കാരണം അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. ഈ മീൻ ഇതിന് മാംസം ഉള്ളതുകൊണ്ട് നമ്മൾ അതുമ്പോൾ പുളിയൊക്കെ പിടിക്കണമല്ലോ, അതിനാണ് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കയ്യിലോണ്ട് ഇളക്കാതിരിക്കുക. ഇത് നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ടും കലം എടുത്തിട്ട് ചുറ്റിച്ച് എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുമാതിരി വേവായിട്ടുണ്ടാവും, നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കണം, കയ്യിലിട്ട് ഇളക്കരുത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ പാകത്തിനായി അത് കുറുകി വരുന്നവരെ.
ഇപ്പോൾ കറക്റ്റായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പകുതി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചേക്കാം. ഇപ്പോൾ നോക്കിയേ, നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല റെഡ് കളറൊക്കെ ആയിട്ട് മുകളിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ കയ്യിലിട്ട് ഇളക്കാനേ പാടില്ല കേട്ടോ, ശരിക്കും ചുറ്റിക്കാനേ പാടില്ല. 2 കയ്യിലും എടുത്തിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അങ്ങനെ ഇളക്കാവൂ, അല്ലെങ്കിൽ ഈ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പം മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഈ മൺകലാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി തിളച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. പിന്നെ ഇത് തുറക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇതോടെ മീൻകറി നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഗ്രേവി ഇത്രയും കുറുകിയിരുന്നാൽ മതി കേട്ടോ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. പ്രത്യേകിച്ച് മൺകലാവുമ്പോൾ ഒന്നുകൂടി തിക്കാവും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. ഇപ്പം നോക്കി, മീൻ അങ്ങനെ തന്നെ ഇരിക്കണണ്ട, ഒന്നും പൊടിയാതിരിക്കണം, നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് നോക്കിയേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മണം കേട്ടിട്ട് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം ഊണ് കഴിക്കാനായിട്ട്. ഇത് ഞാൻ കുത്തരിച്ചോറിൻ്റെ കൂടെയാണ് വിളമ്പാൻ പോണത്. അച്ചിങ്ങ മെഴുക്ക് പറ്റിയതും മീൻ വറുത്തതും പപ്പടം കൂടെ ഉണ്ട്. അത് കാരണം അവരൊക്കെ കൊതിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.